Hold up. Yeah. Swirl. 1996 സൗത്ത് കൊറിയൻ കമ്പനിയായ ഹ്യുണ്ടായി ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. അധികം അറിയപ്പെടാത്ത കമ്പനി ആയതുകൊണ്ട് തന്നെ വെറും 300 ആപ്ലിക്കേഷനുകളാണ് ഡീലർഷിപ്പിന് വേണ്ടി ഹ്യുണ്ടായിക്ക് ഇന്ത്യയിൽ ലഭിച്ചത്. 2 വർഷത്തിനു ശേഷം ഹ്യുണ്ടായി തൻ്റെ സാൻട്രോ പുറത്തിറക്കി. മാർക്കറ്റേഴ്സിന് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന രീതിയിലായിരുന്നു സാൻട്രോ ഹ്യുണ്ടായിക്ക് കൊണ്ടുവന്ന വളർച്ച. അധികം അറിയപ്പെടാത്ത കമ്പനിയിൽ നിന്നും ഇന്ത്യയിലെ രണ്ടാമത്തെ ബെസ്റ്റ് കാർ മാനുഫാക്ചറർ കമ്പനിയായി മാറാൻ സാൻട്രോ സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് സാൻട്രോയെ ഹ്യുണ്ടായുടെ സൺഷൈൻ കാർ എന്ന് വിളിക്കുന്നത്. അറ്റോസ്, അമീക, കിയ വിസ്ട്രോ, ഡോഡ്ജ് അറ്റോസ് എന്നീ പേരുകളിലാണ് സാൻട്രോ ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്നത്. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം 2015 ഹ്യുണ്ടായി സാൻട്രോയുടെ പ്രൊഡക്ഷൻ നിർത്തിയെങ്കിലും ഇപ്പോൾ 3 വർഷത്തിന് ശേഷം ഫേസ് ലിഫ്റ്റ് ചെയ്ത ഹ്യുണ്ടായുടെ 3rd ജനറേഷൻ സാൻട്രോ ഹ്യുണ്ടായി പുറത്തിറക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ടെക് മല്ലുവിലേക്ക്. ഇന്ന് ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് AMG റോട്ടാന ഹ്യുണ്ടായി ആണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ സാൻട്രോ ആണ്, 3rd ജനറേഷൻ. അപ്പോൾ ഇതിൽ വരുന്നത് 4 സിലിണ്ടർ 1.1 ലിറ്ററിന്റെ എഞ്ചിനാണ്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് 69 PS പവർ ആണ്. പെട്രോൾ, LPG എന്നീ 2 ഓപ്ഷനുകളിൽ 2018 സാൻട്രോ അവൈലബിൾ ആണ്. ഡീസൽ ഇപ്പോൾ കറന്റ്ലി ഡീസൽ മോട്ടോർ നമുക്ക് അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് ഹ്യുണ്ടായുടെ സിഗ്നേച്ചർ കാസ്കേഡ് ഗ്രിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റും ക്രോമിന്റെ ഹൈലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായി നമുക്ക് ഹ്യുണ്ടായുടെ ഹാലോജൻ ഹെഡ് ലാംപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടിയിലായി നമുക്ക് ഫോഗ് ലാംപ്സും ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റു കാറുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉയരത്തിലാണ് ഇവിടെ ഫോഗ് ലാംപ്സ് ലഭിക്കുന്നത്. ഇത് വിസിബിലിറ്റി കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ലിന്റെ ഈ ഡിസൈൻ കൂടുതൽ എയർ ഇൻടേക്കിന് സഹായിക്കുന്നുണ്ട്. ഹ്യുണ്ടായി തന്റെ മറ്റു കാറുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ തവണ സാൻട്രോയിൽ തന്റെ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ലിന്റെ മുകളിൽ നിന്ന് ഹുഡിന്റെ മുകളിലേക്ക് ആണ് നമ്മുടെ സാൻട്രോയിൽ ഹ്യുണ്ടായുടെ ലോഗോ കാണാൻ സാധിക്കുന്നത്. സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് 14 ഇഞ്ചിന്റെ സ്റ്റീൽ വീലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുൻപിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രമ്മുമാണ് സാൻട്രോയ്ക്ക് ലഭിക്കുന്നത്. 2018 സാൻട്രോയുടെ എല്ലാ മോഡലുകളിലും നമുക്ക് ABSഉം അതുപോലെ തന്നെ EBDയും ലഭിക്കുന്നുണ്ട്. ഹ്യുണ്ടായി സാൻട്രോയുടെ ആകെ നീളം എന്ന് പറയുന്നത് 3610 മില്ലിമീറ്റർ ആണ്. വീതി 1645 മില്ലിമീറ്ററും. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 1560 മില്ലിമീറ്ററിന്റെ ഹൈറ്റ് ആണ്. വീൽ ബേസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2400 മില്ലിമീറ്ററിന്റെ വീൽ ബേസ് ആണ് ഈ കാറിന് വരുന്നത്. ഹ്യുണ്ടായുടെ സിഗ്നേച്ചർ ടോൾ ബോയ് ഡിസൈൻ നിലനിർത്തിക്കൊണ്ടാണ് ഈ തവണയും ഹ്യുണ്ടായി തന്റെ സാൻട്രോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 35 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ കാറിന് വരുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ അടിയിലായി 2 റിഫ്ലക്ടേഴ്സ് കൊടുത്തത് നമുക്ക് കാണാം. കുറച്ചുകൂടെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടേൺ ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റുമാണ്. ABS വിത്ത് EBDക്ക് പുറമെ സ്പീഡ് സെൻസിങ്, ഓട്ടോ ഡോർ ലോക്ക് അതുപോലെ തന്നെ 2 എയർ ബാഗ്സിന്റെ ഓപ്ഷനും ഈ കാറിൽ ലഭ്യമാണ്. പിന്നിൽ മുകളിലായി ഇവിടെ ഒരു ചെറിയ സ്പോയിലർ കൊടുത്തതും നമുക്ക് കാണാം. ഇവിടെ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് മോഡലിന്റെ ബാഡ്ജിങ്ങും കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹ്യുണ്ടായി സാൻട്രോയുടെ ആസ്റ്റ വെർഷൻ ആണ്. ഇവിടെ നമുക്ക് ഹ്യുണ്ടായുടെ ലോഗോവും അതിന്റെ താഴെയായി റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും തന്നിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സാൻട്രോയുടെ തന്നെ ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ഇരുഭാഗത്തായി നമുക്ക് റിഫ്ലക്ടേഴ്സും ലഭിക്കുന്നുണ്ട്.
പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്ലാസിന്റെ മുകളിലായി ഡീഫോഗറും അതുപോലെ തന്നെ റിയർ വൈപ്പറും കിട്ടുന്നുണ്ട്. ഇനി മുകളിലേക്ക് വരുമ്പോൾ സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറായ ഒരു മൈക്രോ ആന്റന ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെട്രോ സ്റ്റൈലിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് സൈഡിലായി ഇവിടെ കിട്ടുന്നത്. OVRMലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ മുകളിലായി ഒരു ടേൺ ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തത് കാണാം. ഇനി നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഉള്ളിലേക്ക് പോയി ഉള്ളിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സാൻഡ്രോയുടെ 2018 സാൻഡ്രോയുടെ ഹാൻഡിൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിലായി നമ്മൾക്ക് 5 ഗിയർ മാനുവൽ ട്രാൻസ്മിഷൻ തന്നിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ സെഗ്മെന്റ് ഫസ്റ്റ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 സ്പീഡ് മാനുവൽ ഗിയർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 7 ഇഞ്ചിൻ്റെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് താഴെയായി ഇവിടെ AC-യുടെ കൺട്രോൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡാഷ്ബോർഡിലെ സ്പേസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഐറ്റംസും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. നമ്മൾക്ക് മുന്നിലായി OVRMs അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായി AC-യുടെ എയർ വെൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. AC-യുടെ എയർ വെൻസ് മെർസിഡീസ് അല്ലെങ്കിൽ ബെൻസിൻ്റെ സ്റ്റൈലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാസഞ്ചർ സൈഡ് സൺഷെയ്ഡ് താത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വാനിറ്റി മിറർ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡിൽ നോക്കാം. ഡ്രൈവർ സൈഡിൽ നമുക്കൊരു വാനിറ്റി മിറർ കിട്ടുന്നില്ല, പക്ഷേ അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി മുകളിലായിട്ട് നമുക്ക് ഒരു ഹാൻഡിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡോറ് തുറന്ന് ഡോറിൻ്റെ മുകളിലുള്ള സ്പേസും മറ്റു കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഡോറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള, അതായത് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു സ്പീക്കറും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മിഡിലായിട്ട് സ്വെച്ച് ക്യാൻ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ലഭിക്കുന്നുണ്ട്. ഇത് ഹ്യുണ്ടായുടെ CSRന്റെ ഭാഗമായിട്ട് എല്ലാ സാൻഡ്രോയുടെ വെർഷനുകളിലും ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്യാൻ ആണ്. അപ്പോൾ ഇത് വേസ്റ്റ് അല്ലെങ്കിൽ ഗാർബേജ് ഡിസ്പോസൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിന്റെ അഡാപ്റ്ററിന്റെ സോക്കറ്റും ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് AC-യുടെ മാനുവൽ കൺട്രോൾസ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ AC-യുടെ മാനുവൽ കൺട്രോൾസ് ആണ്, നമുക്ക് ഓട്ടോമാറ്റിക് AC ഇവിടെ ലഭിക്കുന്നില്ല. ഇനി നമ്മൾ 7 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ മിറർ ലിങ്ക് എന്നിങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സൈഡിലായി നമുക്ക് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്. മുകളിൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കിട്ടുന്നുണ്ട്. അത് ഞാൻ പിന്നിലേക്ക് പോയതിനു ശേഷം വിശദമായി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ പിന്നിൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡോറിൽ കിട്ടുന്നത് പോലെ ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ല് നമുക്ക് അടിയിലായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് വിൻഡോയുടെ കൺട്രോൾസ് കിട്ടുന്നുണ്ട് പിന്നിലേക്കുള്ള. അപ്പോൾ കയറി ഇരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മുകളിലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീഡിംഗ് ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മിഡിലായിട്ടാണ് വരുന്നത്, അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഹാൻഡിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് സീറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സീറ്റ് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ നോക്കിയെടുത്തോളം വളരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ മിഡിൽ പോർഷൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ 3 പേർക്ക് നല്ല മനോഹരമായിട്ട് ഇരിക്കാനുള്ള രീതിയിലാണ് ഇവിടെ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറായ മറ്റൊരു കാര്യം കൂടെയുണ്ട്, അതായത് നമുക്ക് ഇവിടെ റിയർ AC വെൻസ് കിട്ടുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 5 അടി 11 ഇഞ്ചാണ്. ഫ്രണ്ട് സീറ്റ് കുറച്ച് ബാക്കോട്ടേക്ക് ഇട്ടിട്ട് പോലും എനിക്കിവിടെ വളരെ കംഫർട്ടബിളായി ഇരിക്കാൻ സാധിക്കുന്നുണ്ട്.
ഹെഡ് റൂമിൻ്റെ കാര്യത്തിലും ഹ്യുണ്ടായി സാൻഡ്രോ നമ്മളെ തീരെ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹെഡ് റൂമും അതുപോലെ തന്നെ സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് തന്നിട്ടുണ്ട് സാധനങ്ങൾ വെക്കാനായിട്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡിൻ്റെ വ്യൂ നോക്കാം അല്ലേ. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ വ്യൂ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഡാഷ്ബോർഡ് കിട്ടുന്നത്. ഡുവൽ ടോൺ ഡാഷ്ബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് 2 കളറിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടുന്നത് ബ്ലാക്ക് അതുപോലെ തന്നെ ബേജിൻ്റെ ഒരു ഡിസൈനാണ്. ഇന്റേണൽ റൂഫിൻ്റെ കളർ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേജ് കളറാണ്. അപ്പോൾ ബേജ് കളറും ബ്ലാക്ക് കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറിങ് അല്ലെങ്കിൽ ഡുവൽ ടോൺ ഡാഷ്ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രീമിയം ഫീലാണ് ഈ കാറിന് കിട്ടുന്നത്. പിന്നിൽ നിന്നുള്ള ഡാഷ്ബോർഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ഉള്ളിലേക്ക് കയറി നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് പ്ലേ പോസ് ബട്ടൺ, അതായത് നമ്മുടെ മീഡിയ കൺട്രോൾസ് ആണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് നമ്മൾക്ക് നമ്മുടെ സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറായ ഒരു വോയിസ് കൺട്രോൾ ബട്ടണും കൂടെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് വോയിസ് ഉപയോഗിച്ച് ഈ ബട്ടൺ ഞെക്കിയതിനു ശേഷം നമുക്ക് വോയിസ് ഉപയോഗിച്ച് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ കാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടുക ഒരു ടെസ്റ്റ് ഡ്രൈവിനായി AMG Rotana Hyundai. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നതുവരെ ടെക്മല്ലു എന്ന ഈ ചാനലിനെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. techmalluofficial എന്നാണ് എൻ്റെ യൂസർ നെയിം. അതുപോലെ തന്നെ ഇവിടെ യൂട്യൂബിലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.